അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാൻഡേർഡ് 4 മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ എമംഗ് 4 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ബാലൻസ് ആണ് നോക്കാൻ പോകുന്നത്. പാർട്ട് 2 ആണ് ഈ വീഡിയോ. അപ്പോൾ ഇതിലാദ്യം തന്നെ ഉള്ളത് എ ബുക്ക് ഫോർ ബർത്ത്ഡേ. ചിൽഡ്രൻ ഓഫ് രാമപുരം എൽ പി സ്കൂൾ ഡൊണേറ്റ് ബുക്സ് ടു ദ ലൈബ്രറി ഓൺ ദിയർ ബർത്ത്ഡേസ്. രാമപുരം എൽ പി സ്കൂളിലെ കുട്ടികൾ ബർത്ത്ഡേസിൽ ലൈബ്രറിയിലേക്ക് ബുക്ക് ഡൊണേറ്റ് ചെയ്യും. ദ ലൈബ്രറി ഹാസ് ഓൾറെഡി 1003 ബുക്സ്. ലൈബ്രറിയിൽ ഓൾറെഡി 1003 ബുക്സ് ഉണ്ട്, 1003 ബുക്സ് ഉണ്ട്. In June, the library got 3 books from children of class 1. ജൂണിൽ ക്ലാസ് 1ൽ നിന്ന് 3 ബുക്സ് കിട്ടി, ക്ലാസ് 1ലെ ചിൽഡ്രൻ്റെ കയ്യിൽ നിന്ന്. ഹൗ മെനി ബുക്സ് ആർ ഇൻ ദ ലൈബ്രറി നൗ? അപ്പോൾ ഇപ്പോൾ ലൈബ്രറിയിൽ എത്ര ബുക്ക് ഉണ്ട്? 1003 പ്ലസ് ഇപ്പോൾ കിട്ടിയ 3 എന്ന് പറയുമ്പോൾ 1006. In June itself, the library got 9 more books from other classes. How many books now? അപ്പോൾ ജൂണിലായപ്പോഴത്തേക്കും ജൂണിൽ തന്നെ ആ ലൈബ്രറിക്ക് പിന്നെ ഒരു 9 ബുക്കും കൂടെ കിട്ടി, 9 ബുക്സും കൂടെ കിട്ടി. അപ്പോൾ ഇപ്പോൾ എത്ര ബുക്സ് ഉണ്ട് ടോട്ടൽ? 1006 പ്ലസ് 1015 അല്ല 1006 പ്ലസ് 9, അപ്പോൾ എത്രയായി? 1015. 1006 ബുക്സ് ഉണ്ടായി. ഇപ്പോൾ ഉള്ള ഈ 9 ബുക്സും കൂടെ കിട്ടിയപ്പോഴത്തേക്കും 1006 പ്ലസ് 9 1015. ഇനി ഗീവ് നമ്പേഴ്സ് ഇൻ ഓർഡർ ടു ദ 7 ബുക്സ് ഗോട്ട് ഇൻ ജൂലൈ. ഈ ബുക്സിന് നമ്പേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് 1020 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 1019. ഇത് 1018. ഈ ബുക്ക് 1017. ഈ ബുക്ക് 1016. ഇത് 1021. ഇത് 1022. ഇതാണ് ഈ ബുക്ക് എന്ന് പറയുന്നത്. അനു വാസ് ആസ്ക്ഡ് ടു ആഡ് 2 to 1000 ആൻഡ് ഷീ ഡിഡ് ലൈക്ക് ദിസ്. അനുവിനോട് 1000ൻ്റെ കൂടെ 2 ആഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ കുട്ടി ഇങ്ങനെയാണ് ചെയ്തു വെച്ചത്. ഇങ്ങനെയാണോ അഡീഷൻ ചെയ്യേണ്ടത്? ഈ 2 ഇവിടെയാണോ വരേണ്ടത്? അല്ല, ഈ 2 ഇവിടെയാണ് വരേണ്ടത്. ഈ 2 ഈ ഏറ്റവും ലാസ്റ്റത്തെ സീറോൻ്റെ താഴെയാണ് വരേണ്ടത്. അപ്പോൾ എന്താണ് അനു ചെയ്തത്? തെറ്റാണ്. ഈ അനുസ് ആൻസർ കറക്റ്റ്? നോ, തെറ്റാണ്. വൈ? കാരണം എന്താണ്? ഈ 2 ലാസ്റ്റത്തെ സീറോൻ്റെ താഴെയായിരുന്നു ആഡ് ചെയ്യേണ്ടത്. ആ കുട്ടി കൊണ്ട് ലെഫ്റ്റ് സൈഡിലാണ് ആഡ് ചെയ്ത് വെച്ചത്. കറക്റ്റ് ആൻസർ എന്താണ്? 1000 പ്ലസ് 2 1002. ഇനി 1 ഡിജിറ്റ് നമ്പർ. ആഡ് എ 1 ഡിജിറ്റ് നമ്പർ ടു 2000. 2000ൻ്റെ കൂടെ ഒരു 1 ഡിജിറ്റ് നമ്പർ ആഡ് ചെയ്ത് ഇവിടെ ഇപ്പോൾ 2000 പ്ലസ് 5 ചെയ്തപ്പോൾ 2005 കിട്ടി. 2000 പ്ലസ് 3 ചെയ്തു, 2003 കിട്ടി. ആഡ് എനി 1 ഡിജിറ്റ് നമ്പർ യു ലൈക്ക് ടു 4000 5000. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഈ 4000നോട് 5000നോടൊക്കെ ഇതേപോലെ ആഡ് ചെയ്യും. ഇവിടെ ആദ്യം കുറച്ച് തന്നിട്ടുണ്ട്. 2000 പ്ലസ് 54 ഈക്വൽ ടു എത്ര വരും? 2054. 6000 പ്ലസ് 10 ഈക്വൽ ടു 6010. 2000 പ്ലസ് 303 ഈക്വൽ ടു 2303. നിങ്ങൾ ആഡ് ചെയ്ത് നോക്കാണ്ട് നമുക്ക് എഴുതാൻ പറ്റും. കാരണം എന്താണ്? ഇവിടെ മൊത്തം 0 ആണ്. അപ്പോൾ ഈ സീറോൻ്റെ ഈ 3 പ്ലേസിലേക്ക് ഈ 3 നമ്പറിനെ എടുത്തിട്ട് കൊടുത്താൽ മതി. 6000 പ്ലസ് 410 6410. 4000 പ്ലസ് 2 വൺസ് ഡിജിറ്റിൻ്റെ 2 മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഈ വൺസ് ഡിജിറ്റിൽ 2 ആവും, ബാക്കിയെല്ലാം 0 തന്നെ. അപ്പോൾ 4002. 5000 പ്ലസ് 1 5001. 4000 പ്ലസ് 50 4050. 5000 പ്ലസ് 300 5300. അങ്ങനെ ഇഷ്ടമുള്ള നമ്പേഴ്സ് എഴുതാം. ഇനി ഇതൊരു കാർഡ് ഗെയിമാണ്. റെഡ്, ഗ്രീൻ, ബ്ലൂ ആൻഡ് യെല്ലോ കാർഡ്സ് ഉണ്ട്. ഒരാൾ 8 കാർഡ്സ് ഡ്രോ ചെയ്തു വിത്തൗട്ട് ലുക്കിംഗ്. അപ്പോൾ ആ കാർഡ്സിന് ഡിഫറെൻറ്റ് പോയിന്റ്സ് ആണ് ഉള്ളത്. ആഫ്റ്റർ 1 റൗണ്ട് 6 സ്റ്റുഡൻസ് ഗോട്ട് കാർഡ്സ് ലൈക്ക് ദിസ്. 1 റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും 6 സ്റ്റുഡൻസിന് കിട്ടിയ കാർഡ്സിൻ്റെ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. റെഡ് കാർഡിന് 1000 പോയിന്റ്സ്, 100 കാർഡിന് ഗ്രീൻ കാർഡിന് 100 പോയിന്റ്സ്, ബ്ലൂ കാർഡിന് 10 പോയിന്റ്സ്, യെല്ലോ കാർഡിന് 1 പോയിന്റ്സ്. അങ്ങനെയാണെങ്കിൽ അരുണിന് 1 റെഡ് കാർഡ്, 3 ഗ്രീൻ കാർഡ്, 2 ബ്ലൂ കാർഡ്, 2 യെല്ലോ കാർഡാണ് കിട്ടിയത്. അപ്പോൾ എത്ര പോയിന്റ് കിട്ടി? 1000. റെഡിൻ്റെ 1 എന്ന് പറയുന്നത് 1000 ആണ്. അപ്പോൾ 1000 പ്ലസ് 300 പ്ലസ് 20 പ്ലസ് 2. അപ്പോൾ എത്രയായി? 1322. അങ്ങനെ ആഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഉള്ളത് കറക്റ്റ് ഓർഡറിലാണ് പോയേക്കുന്നത്. അപ്പോൾ ആ നമ്പേഴ്സ് ആ പ്ലേസിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. 1322. അടുത്തത് 17. ബ്ലൂയിലും ഒന്നുമില്ല, യെല്ലോയിലും ഒന്നുമില്ല. അപ്പോൾ അവിടെ എന്തിടണം? 0 ഇടണം. അടുത്തത് ഫാത്തിമ 1007. ജാഫർ 1025. ഉഷ 2060. ജോയ് 2006. ഹൂ ഗോട്ട് ദ മോസ്റ്റ് പോയിന്റ്? ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയത്? ഇവിടെ ഏറ്റവും വലിയ നമ്പർ വന്നേക്കുന്ന ആർക്കാണ്? ഉഷക്കാണ് അല്ലേ, 2060. ഹൂ ഗോട്ട് ദ ലീസ്റ്റ് പോയിന്റ്? ഏറ്റവും കുറവ് പോയിന്റ് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? ഇവിടെ ഏറ്റവും കുറവ് നമ്പർ ഏതാണ്?
1007. അത് ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? ഫാത്തിമക്കാണ് കിട്ടിയിരിക്കുന്നത്. റൈറ്റ് ദ പോയിന്റ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. ഈ പോയിന്റ്സ് സ്മോളസ്റ്റ് തൊട്ട് ലാർജസ്റ്റ് വരെ എഴുതണം. അപ്പൊ എന്ത് വരും? ആദ്യമേ 1007, പിന്നെ എന്ത് വരും? 1025, 1322, 1700, 2060, അല്ല 2006, 2006 അങ്ങനെ ആയിരിക്കും ഓർഡറിൽ വന്നത്. 1007, 1025, 1322, 1700, 2006, 2060. Me about myself. I could find out the points each got. ഓരോ ആൾക്കാർക്കും കിട്ടിയ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പറ്റി. യെസ്. I could find out the least and the most. ഏറ്റവും കുറവാർക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കിട്ടിയെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. I could explain how I calculated the points. എങ്ങനെയാണ് ആ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. I know how to add smaller numbers to 1000. 1000ന്റെ കൂടെ smaller numbers ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. എല്ലാത്തിനും യെസ്. Rehan got 3200 and 3 ones. How many points did he get? 3203. Dia got 1 green card, 1 red card and 3 each of blue and yellow card. ഒരു ഗ്രീൻ കാർഡ്, ഒരു റെഡ് കാർഡ്, 3 ബ്ലൂ കാർഡ്, 3 യെല്ലോ കാർഡ്. അപ്പൊ എത്രയായി? റെഡ് അല്ലേ 1000ന്റെ അവിടെ? അപ്പൊ ആ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 1. ഗ്രീൻ എത്രണ്ണം കിട്ടി? 1. അപ്പൊ അടുത്തത് 1. ഇനി ബ്ലൂ എത്രണ്ണം കിട്ടി? 3. യെല്ലോ എത്രണ്ണം കിട്ടി? 3. അപ്പൊ എത്ര പോയിന്റ് കിട്ടി? 1133. ബന്ധുര ഗോട്ട് 2123 പോയിന്റ്. അപ്പൊ ഏതൊക്കെ കളേഴ്സിൽ എത്ര കാർഡ് കിട്ടി? ഈ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് റെഡ് ആണ്. അപ്പൊ റെഡ് 2, അടുത്ത നമ്പർ ഗ്രീൻ ആണ്. അപ്പൊ ഗ്രീൻ 1, അടുത്തത് ബ്ലൂ, അപ്പൊ ബ്ലൂ 2, അടുത്തത് യെല്ലോ 3. ഇനി നേരത്തെ നമ്മൾ തിരിച്ച് എത്ര കാർഡ് ഉണ്ട് എന്ന് എഴുതിയില്ലേ, അതേപോലെ തന്നെ ഇതും അത് തന്നെയാണ്. നമ്പർ എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതി, കാർഡ് നോക്കി ഇത് എത്ര കാർഡ് ഉണ്ടെന്ന് എഴുതുന്നു. അപ്പൊ ഇവിടെ എത്രയാ? 2303. ഈ നമ്പർ ഇതിന്റെ താഴെ ഈ ഓർഡറിൽ എഴുതി പോയാൽ മതി. 3122, 2006 അങ്ങനെ കൊണ്ട് എഴുതി പോയാൽ മതി. ഇനി 2303 എന്ന് പറയണ ഈ 3 ഇരിക്കുന്നത് വൺസ് പ്ലേസ്, ഇത് 0 എന്ന് പറയണ 10th പ്ലേസ്, 3 എന്ന് പറയണ 100s, 2 എന്ന് പറയണ 1000s പ്ലേസ്. അപ്പൊ എത്ര 1000s ഉണ്ട്? 2000, 300s, 0 10s, 3 1s. അബു, ജോണി ആൻഡ് ബാലു ബോട്ട് ബൈസൈക്കിൾസ്. അബുവും ജോണിയും ബാലുവും ബൈസൈക്കിൾസ് വാങ്ങിച്ചു. പ്രൈസ് ഓഫ് അബൂസ് ബൈസൈക്കിൾ എന്ന് പറയുന്നത് 3250 റുപ്പീസ് ആണ്. 3,1000 രൂപയുടെ നോട്ട് കൊടുത്തു, 2 100 രൂപയുടെ നോട്ട് കൊടുത്തു, 5 10 രൂപയുടെ നോട്ട് കൊടുത്തു. അപ്പോൾ 5 10 രൂപയുടെ നോട്ട് കൊടുത്തു. ജോണി ഗേവ് 3000 റുപ്പി നോട്ട്, 3000 റുപ്പി നോട്ട്, 400 റുപ്പി നോട്ട്, 510 റുപ്പി നോട്ട്. അപ്പൊ എത്ര രൂപയായി? 3450. 5 10 രൂപ എന്ന് പറയുമ്പോൾ 10 20 30 40 50. അപ്പൊ 3450 റുപ്പീസ് ആണ് കൊടുത്തത്. അത് തന്നെ വേർഡ്സിലും ഇവിടെ എഴുതണം, 3450. ഇനി ബാബു ബോട്ട് എ സീറ്റ് കവർ ആൻഡ് എ ബെൽ ഓൾസോ. ബാബു ഒരു സീറ്റ് കവറും ഒരു ബെല്ലും വാങ്ങിച്ചു. ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് 4265 ആയി. ഇൻ വാട്ട് ഓൾ വേസ് ക്യാൻ വി റൈറ്റ് ദ നമ്പർ? ഈ നമ്പറിന് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 4265 എന്ന് പറയുന്നത് 426 ടെൻസ് ഉണ്ട്, 5 1 ഉണ്ട്. ഈ 5 1 എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്പേഴ്സിനെല്ലാം നമ്മൾ ടെൻസിന്റെ കൂടെ എഴുതും. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ എഴുതാം? ഓരോന്നിനെയും ഒറ്റക്കൊറ്റക്ക് എഴുതാം. അപ്പൊ എങ്ങനെ എഴുതും? 4200, 6 10s, 5 1s. ഇനി 42 100s ആക്കി, 6 10s, 5 1s. 4000, 26 10s, 5 1s. 4200, 65 1s. ഇത് മൊത്തത്തിൽ വൺസ് നോക്കുവാണെങ്കിൽ 4265 1s. ഇങ്ങനെ പല വേസിൽ നമുക്ക് എഴുതാം. ഇനി ഫിഗേഴ്സിലും വേർഡ്സിലും എഴുതാനാണ്. ഇതെങ്ങനെ എഴുതും? 4265. അടുത്തത് 3620. അടുത്തത് 3030. 3030 എന്ന് പറയുമ്പോൾ 1000ന്റെ പ്ലേസിൽ 3 എഴുതുക, 100ന്റെ പ്ലേസിൽ ഒന്നുമില്ല, അപ്പൊ 0 ഇടുക. പിന്നെ 30 എന്ന് പറയുമ്പോൾ 30. അടുത്തത് 3001. 100ന്റെ പ്ലേസിലും 10ന്റെ പ്ലേസിലും ഒന്നുമില്ല. അടുത്തത് 5022. 100ന്റെ പ്ലേസിൽ ഒന്നുമില്ല. അടുത്തത് 100ന്റെ പ്ലേസിൽ ഒന്നുമില്ല, അപ്പൊ 6070. അടുത്തത് 7500. 10ന്റെ പ്ലേസിലും 1ന്റെ പ്ലേസിലും ഒന്നുമില്ല, അപ്പൊ 0 ഇടുക. ഞാൻ ഈ റെഡിൽ എഴുതിയിരിക്കുന്നതാണ് ആൻസർ, ബ്ലാക്കിൽ എഴുതിയിരിക്കുന്നത് അവിടെ ടെക്സ്റ്റിൽ തന്നേക്കുന്നതാണ്. അടുത്തത് 9090. പിന്നെ അടുത്തത് 2000. ഇഷ്ടമുള്ള ഒരെണ്ണം ലാസ്റ്റ് എടുത്തത്. ഇനി കംപ്ലീറ്റ് ദ പാറ്റേൺസ് ആണ്.
ആദ്യത്തെ പാറ്റേൺ നോക്കി 2100 2100 2200 2300 ഈ മൂന്നെണ്ണം പോയേക്കുന്നത് എങ്ങനെയാ പോയേക്കുന്നത് ഒരു +100 എന്നുള്ള രീതിക്കാണ് പോയേക്കുന്നത് 21 22 23 അപ്പൊ അടുത്ത ഏതായിരിക്കും വരുന്നത് 2400 2500 2600 അടുത്ത് 3300ഉം 3200 3100 കുറഞ്ഞു കുറഞ്ഞാ പോണത് 33 32 31 അപ്പൊ അടുത്തത് ആര് വരും 3030 വരും പിന്നെ 2900 എന്ന് പറയുമ്പോൾ 29 പിന്നെ 28 എന്ന് പറയുമ്പോൾ 2800 ഇതെല്ലാം അങ്ങനെയാണ് അടുത്തത് 50 അത് കഴിഞ്ഞ് 52 54 +2 ചെയ്ത് ചെയ്താ പോണത് അപ്പൊ 56 58 60 ഇത് തൗസൻഡ്സിന്റെ കേസിലായതുകൊണ്ട് നമ്മൾ 5600 5800 6000 എന്ന് എഴുതണം ഇതാണ് ഇപ്പൊ പറഞ്ഞത് അടുത്തത് 6500 6300 60 കുറഞ്ഞു കുറഞ്ഞാ പോണത് 200 വെച്ച് കുറഞ്ഞു കുറഞ്ഞാ പോണത് അപ്പൊ 65 63 61 അപ്പൊ എത്ര അടുത്തത് 59 57 55 പിന്നെ അടുത്തത് ഒരെണ്ണം വെച്ച് കുറഞ്ഞു കുറഞ്ഞാ പോണം ഒരു 100 വെച്ച് അല്ല കൂടി കൂടിയാ പോകുന്നത് 86 87 88 അപ്പൊ 89 90 91 1000 ആയതുകൊണ്ട് ബാക്കി രണ്ട് സീറോ ഇട്ടാൽ മതി ഇതും അതേപോലെ തന്നെ നമ്പർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് 1020 1030 1040 അപ്പൊ അതിന്റെ കൂടെ 1050 60 70 അടുത്തത് 70 80 90 അപ്പൊ 100 ഇത് 10 കൂടി കൂടിയാ പോകുന്നത് അപ്പോൾ ഇതിവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇത് തെറ്റാണ് ഇവിടെ വരേണ്ടത് 7100 7110 7120 അങ്ങനെയാണ് വരേണ്ടത് 7090 10100 7110 7120 അടുത്തത് 2073 2083 2093 അപ്പൊ അതിന്റെ കൂടെ 2103 10 കൂട്ടി കൂട്ടി എഴുതാനുള്ളതാണ് ഇതൊക്കെ അടുത്തത് 20 കൂട്ടി കൂട്ടി എഴുതാനുള്ള കേസാണിത് പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4200 എങ്ങനെയൊക്കെ എഴുതാം 4200 420 10s 4200 1s 420 100s പിന്നെ 3897 എന്ന് പറയുമ്പോൾ 3000s 89 10s 7 1s പിന്നെ നമുക്ക് 100s ആക്കി എഴുതുമ്പോൾ 38 100s 9 10s 7 1s പിന്നെ 389 10s 7 1s 3000s 897 1s 6875 എന്ന് പറയുന്നത് ഇതേപോലെ എഴുതാൻ വേണ്ടിയിട്ട് ഇനി റോമൻ നമ്പർ സിസ്റ്റത്തിലെ ലെറ്റേഴ്സ് 1 5 10 L C D M ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് റോമൻ നമ്പർ സിസ്റ്റത്തിൽ 1നെ നമ്മൾ ഡിനോട്ട് ചെയ്യണത് അവിടെ കൊടുത്തേക്കുന്ന പോലെയാണ് ഇനി 5നെ നമ്മൾ ഡിനോട്ട് ചെയ്യണത് ഒരു V പോലെയാണ് അപ്പൊ 4നെ എങ്ങനെയായിരിക്കും ഡിനോട്ട് ചെയ്യണത് ആ വിന്റെ മുമ്പിൽ ഒരു 1 ഇട്ട് കഴിഞ്ഞാൽ 4 ആയി ആ V കഴിഞ്ഞിട്ടാണ് 1 ഇടുന്നതെങ്കിൽ അത് 6 ആയി അപ്പൊ 7 ആണെങ്കിൽ V കഴിഞ്ഞിട്ട് 2 1 ഇടണം 8 ആണെങ്കിൽ V കഴിഞ്ഞ് 3 1 ഇടണം അങ്ങനെ 9 ആണെങ്കിൽ 10ന്റെ ഫ്രണ്ടിൽ 1 ഇടണം 1 നമ്മൾ റെപ്രസെന്റ് ചെയ്യണത് ഇങ്ങനെ 5നെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ 5നെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ 1നെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് 10നെ X പോലെ അപ്പൊ 9 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിൽ 1 ഇടണം 8 എന്ന് പറയുമ്പോൾ 5 കഴിഞ്ഞ് 3 വരെ ഇടണം പിന്നെ 15നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് L എന്നാണ് 100നെ C 500നെ D 1000നെ M
ഇനി ഇത് നെയിംസ് ഓഫ് റൈറ്റേഴ്സ് ഹു ഗോട്ട് എഴുത്തച്ഛൻ അവാർഡ് ഇൻ വേരിയസ് ഇയേഴ്സ് ആണ്. ഈ ഇയറിന് ഓർഡറിൽ എഴുതുക. അപ്പം 1993 കഴിഞ്ഞിട്ട് 94, 95, 1996, 1997, 1998, 1999, 2000 അങ്ങനെ നമ്മൾ ഓർഡറിൽ നമ്പർ എഴുതി പോയാൽ മതി തീരണ വരെ. ഇനി അടുത്തത് അഡ്മിഷൻ നമ്പർ. അഡ്മിഷൻ നമ്പറും ഇതേപോലെ തന്നെ ന്യൂ സ്കൂളിൽ മീനു ആൻഡ് ഹർ ഫ്രണ്ട്സ് വർ ഗിവൺ കോൺസിക്യൂട്ടീവ്. കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള നമ്പറിനെയാണ് കോൺസിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ എഴുതും? 3008 കഴിഞ്ഞ് 3009, 3010, 3011, 3012, 3013. അത് കഴിഞ്ഞ് 20 മോർ ചിൽഡ്രൻ ജോയിൻഡ്. 20 കുട്ടികളും കൂടെ വന്നു. അപ്പോൾ അഡ്മിഷൻ നമ്പർ ഓഫ് ലാസ്റ്റ് വൺ എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ 3013ൻ്റെ കൂടെ ഈ 20 ആഡ് ചെയ്താൽ മതി. ഇനി ഒരു മാസം കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് അഡ്മിഷൻ നമ്പർ 3049 ആയി. അപ്പോൾ എത്ര സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാൻ 3049ൽ നിന്ന് ഈ 3033 മൈനസ് ചെയ്താൽ മതി, കുറച്ചാൽ മതി. അപ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണോ അതാണ് ഇവിടെ എഴുതേണ്ടത്. വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഈസ് ഹെൽഡ് എവറി 4 years. 4 വർഷം കൂടുമ്പോഴാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇയർ എഴുതണം. 1990 തന്നിട്ടുണ്ട്. മുകളിലോട്ടുള്ളത് 4 കുറച്ച് എഴുതണം. 1990 മൈനസ് 4 1986. അതിൽ നിന്ന് 4 കുറച്ചാൽ 1982. അതിൽ നിന്ന് 4 കുറച്ചാൽ 1978. ഇനി താഴത്തോട്ടുള്ളത് കൂട്ടി എഴുതണം. ഇതേ പ്ലസ് 4 1994, ഇതേ പ്ലസ് 4 1998, 1998 പ്ലസ് 4 2002, 2002 പ്ലസ് 4 2006. അങ്ങനെ കൂട്ടി എഴുതണം. 2014 വരെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് വേൾഡ് കപ്പ് ഇനി എപ്പോഴായിരിക്കും വരുന്നത്? 14 കഴിഞ്ഞിട്ട് 15, 16, 17, 18, പിന്നെ 19, 20, 21, 22, 23, 24, 25, 26. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വേൾഡ് കപ്പ് 2026 വരുന്നത്. ഇനി ഇവിടെ 2025 ഉണ്ടാവും? ഇല്ല. ഇനി മൗണ്ടൻസ്. നെയിംസ് ആൻഡ് ഹൈറ്റ്സ് ഓഫ് സം മൗണ്ടൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അവരെ ഷോർട്ടസ്റ്റ് ടു ഹയസ്റ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ നമ്പർ നോക്കിക്കേ, എല്ലാത്തിനും 4 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ചെറിയ നമ്പർ വെച്ച് നോക്കണം. 2 വെച്ച് തുടങ്ങണ ഒരാളേ ഉള്ളൂ, ആനമുടി. അപ്പോൾ ആനമുടിയാണ് ഏറ്റവും ചെറുത്. അടുത്ത നോക്കിയേ, 7 വെച്ച് തുടങ്ങുന്ന ഒരാളുണ്ട്. അപ്പം നന്ദാദേവിയാണ് അടുത്തത്. നന്ദാദേവു അല്ല, നന്ദാദേവിയാണ്. അവിടെ ഞാൻ ഒന്ന് എഴുതിയപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ട്. അടുത്തത് 8 വെച്ച് തുടങ്ങണതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഡിജിറ്റ് നോക്കണം. രണ്ടാമത്തെ ഡിജിറ്റ് നോക്കുമ്പോൾ എവറസ്റ്റിന് 8, കാഞ്ചൻജംഗക്ക് 5, K2ന് 6, നങ്കപർവ്വതിന് 1. അപ്പോൾ നങ്കപർവ്വതമാണ് അടുത്തത്. അടുത്തത് ആര് വരും? 5 അല്ലേ? അപ്പോൾ കാഞ്ചൻജംഗ. പിന്നെ ഈ 6 വരുന്നത് K2 വരും. പിന്നെ ഈ 8 വരുന്നത് എവറസ്റ്റ് വരും. ഇങ്ങനെയാണ് ഷോർട്ടസ്റ്റ് ടു ഹയസ്റ്റ് ആക്കി എഴുതേണ്ടത്. ഇനി പ്ലേസ് വാല്യൂ. യൂസിങ് ദ ഡിജിറ്റ് 5, 0, ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ യു മേക്ക്? 5ഉം 0ഉം വെച്ചിട്ട് എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? 5000, 5005, പിന്നെ 5050, 5500, 505. അങ്ങനെ പ്ലേസ് മാറ്റി ഇട്ടാൽ മതി. 0 വെച്ച് തുടങ്ങാൻ പാടില്ല, കാരണം 0 വെച്ച് നമ്പറും തുടങ്ങില്ല. അപ്പോൾ 0 വെച്ച് തുടങ്ങാണ്ട് ഇപ്പോൾ നമ്പർ വെച്ചാൽ. പിന്നെ ഇതിനെ ചെറുതോട്ട് വലുത് വരെ എഴുതാൻ വേണ്ടിയിട്ടാണ്. പ്ലേസ് വാല്യൂ ഓഫ് 5 അറ്റ് ലെഫ്റ്റ് എൻഡ് എന്ന് പറയുന്നത് എല്ലാം 1000s ആണ് അല്ലേ? അപ്പോൾ 5000 ആയിരിക്കും. 5 അറ്റ് റൈറ്റ് എൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും 5 ആയിരിക്കും. Who am I between 1200 and 1300? 3 in the 10th place. ഇനി ഈവൻ നമ്പർ ആണ്. 3 in the 10th place. അതൊരു ഈവൻ നമ്പർ ആണ്. 1 ഡിജിറ്റ് റിപ്പീറ്റഡ്. അപ്പോൾ നമുക്ക് 1, 2 വെച്ച് തുടങ്ങാം. ലാസ്റ്റ് ഡിജിറ്റ് 2 കൊടുക്കാം. ഇവിടെ 3 കൊടുക്കാം. ഇനി ഈവൻ നമ്പറും ഓഡ് നമ്പറും.